നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. ഇതുവരെ നമ്മൾ പഠിച്ച ചിഹ്നങ്ങളെല്ലാം സ്വരാക്ഷരങ്ങളുടെ ശബ്ദം ഉൾക്കൊള്ളുന്ന ചിഹ്നങ്ങളായിരുന്നു. ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ, ഔ, അഹ. ഇത്രയും സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 3 ചിഹ്നങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അതിലെ ആദ്യത്തെ ചിഹ്നമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. യ എന്ന ശബ്ദം ഒരക്ഷരത്തിൻ്റെ കൂടെ ചേർന്ന് കേൾക്കാനായി ഒരു ചിഹ്നം ചേർക്കേണ്ടതുണ്ട്. പായുടെ കൂടെ യ എന്ന ശബ്ദം കൂടെ ചേർക്കണം. പ പ്ലസ് യ. തായുടെ കൂടെ യ എന്ന ശബ്ദം കൂടെ ചേർക്കണം. ത പ്ലസ് യ. അതിനായി ഒരു ചിഹ്നം ചേർക്കേണ്ടതുണ്ട്. ഈ ചിഹ്നം ഓർത്തിരിക്കാൻ എളുപ്പത്തിനായിട്ട് ഞാനൊരു സൂത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. യ എങ്ങനെ നമ്മൾ എഴുതാ? ഇത്രയും ഭാഗം വന്ന് ഇവിടെ എത്തി. ഇനി ഒരു വാലാണ് വേണ്ടത് അല്ലേ? ഈ വാല് മാത്രം ഞാൻ ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. ഈ വാല് മാത്രം എടുത്തിട്ടും വരച്ചു. എങ്ങനെയാണ്? ഈ ഒരു ഷേപ്പിലാണ് അല്ലേ വരെ. ഈ വാല് മാത്രം ആവുമ്പോ യ എന്ന 2 വരയുടെ ഉള്ളിലാണ് ഇപ്പൊ എഴുതിയത്. പക്ഷേ യായുടെ ചിഹ്നം എഴുതുമ്പോ ഈ 2 വരയുടെ താഴത്ത് നിന്ന് തുടങ്ങി മുകളിലെ വരയിൽ എത്തുമ്പോൾ നിർത്താണ് വേണ്ടത്. എങ്ങനെയാണ്? 2 വരയുടെ താഴത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് വളച്ചുകൊണ്ട്, ഒരു യു പോലെ വളഞ്ഞിരിക്കണം കേട്ടോ. വളച്ചുകൊണ്ട് മുകളിലെ വരയിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ യായുടെ ചിഹ്നമായി. അപ്പോൾ ഏത് അക്ഷരമാണോ എഴുതുന്നത് ആ അക്ഷരം എഴുതിയ ശേഷം അതിൻ്റെ തൊട്ടടിയിലായി ഈ വരയിൽ തുടരുത് കേട്ടോ. ഈ വരയുടെ താഴെ നിന്ന് തുടങ്ങി ഈ ഒരു ചിഹ്നം ചേർക്കുകയാണ് ചെയ്യുക. നമ്മൾ ഋ എന്നതിൻ്റെ ചിഹ്നം പഠിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഋ എന്ന ചിഹ്നം എങ്ങനെയായിരുന്നു? 2 വരയുടെ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ വരയുടെ അടിയിലത്തെ വരയുടെ താഴെ ഒരു 0 പോലെ ഇങ്ങനെ വരയ്ക്കുകയാണ് ചെയ്തത് അല്ലേ? ഈ 2 ചിഹ്നവും എഴുതി കഴിയുമ്പോൾ ഒരു 0ന്റെ വ്യത്യാസം മാത്രമല്ലേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഋ എന്ന ചിഹ്നം വരയ്ക്കുമ്പോൾ ഈ 0 ഇടാതിരുന്നു കഴിഞ്ഞാൽ യായാണോ, യായുടെ ചിഹ്നമാണോ ഋ എന്നതിൻ്റെ ചിഹ്നമാണോ എന്നുള്ളത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകും. ഋ എന്നതിൻ്റെ ചിഹ്നത്തിന് ഉള്ളിലൊരു 0 ഉണ്ടെന്നും യായുടെ ശബ്ദം വരുന്ന ചിഹ്നത്തിന് യു പോലെ വരച്ച് മുകളിലേക്ക് ഇങ്ങനെ വളയ്ക്കുകയാണെന്നുമുള്ളത് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകണം. ഇനി നമുക്ക് യായുടെ ചിഹ്നം വരുന്ന കുറച്ച് അക്ഷരങ്ങൾ എഴുതി നോക്കാം. ആദ്യം പ്യ എന്നാണ് കേട്ടോ എഴുതുന്നത്. പായുടെ കൂടെ യ എന്ന ശബ്ദം ചേർത്ത് വരണം. പ പ്ലസ് യ സമം പ്യ. പ്യ. പായ എഴുതി യ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് യായുടെ ചിഹ്നം ചേർത്താൽ മതി. അടിയിൽ ഇങ്ങനെ ഈ ഒരു ചിഹ്നം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പ്യ എന്ന് ഉച്ചരിക്കാം. പ്യ. അടുത്തത് നമുക്ക് താ വരച്ചിട്ട് ഈ യായുടെ ഈ ഒരു ചിഹ്നം ചേർക്കാം. ത പ്ലസ് യ സമം ത്യ. ത്യ. അടുത്തത് ചാ വരച്ചിട്ട് നമുക്ക് യായുടെ ചിഹ്നം ചേർക്കാം. ച പ്ലസ് യ സമം ചിയ. അടുത്തത് കാ വരച്ചിട്ട് നമുക്ക് യായുടെ ചിഹ്നം വരയ്ക്കാം. ക പ്ലസ് യ സമം കിയ. അടുത്തത് സാ വരച്ചിട്ട് നമുക്ക് യായുടെ ചിഹ്നം വരയ്ക്കാം. സ് പ്ലസ് യ സമം സിയ. പ്യ, ത്യ, ചിയ, കിയ, സിയ. പ്യ, ത്യ, ചിയ, കിയ, സിയ. ഇനി നമുക്ക് പ്യ എന്ന് വരച്ചിട്ട് തൊട്ടടുത്ത് അമ്മിന്റെ ചിഹ്നവും ചേർത്തു. ഇത് എങ്ങനെ ഉച്ചരിക്കണം? പ്യം. പറയൂ. പ്യം. ഇനി ത്യ എന്നെഴുതി അമ്മിന്റെ ചിഹ്നം ചേർത്തു. ഇതെങ്ങനെ ഉച്ചരിക്കും? ത്യം. ത്യം. ത പ്ലസ് യ പ്ലസ് അം. ത്യം. അടുത്തത് ചിയ എന്ന അക്ഷരം വരച്ച് അമ്മിന്റെ ചിഹ്നം ചേർത്തു. ചിയം. ചിയം. അടുത്തത് ക്യ എന്ന അക്ഷരം വരച്ച് അമ്മിന്റെ ചിഹ്നം ചേർത്തു. ക്യം. ക്യം. അടുത്തത് സിയ എന്ന് വരച്ച് അമ്മിന്റെ ചിഹ്നം ചേർത്തു. സിയം. സിയം. അടുത്തത് പ്യ എന്ന ചിഹ്നത്തോടൊപ്പം ആയുടെ ചിഹ്നം ചേർത്ത് പഠിക്കുകയാണ്. ഇതിനെങ്ങനെ ഉച്ചരിക്കണം? പ്യാ. പ്യാ. അടുത്തത്
ത്യ എന്നതിനോടൊപ്പം ആയുടെ ചിഹ്നം ചേർത്ത് എഴുതി. ഇതെങ്ങനെ ഉച്ചരിക്കാം? ത്യാ ത്യാ. ച്യ എന്ന അക്ഷരത്തോടൊപ്പം ആയുടെ ചിഹ്നം ചേർത്ത് ഉച്ചരിച്ചു. ച്യാ ച്യാ. അടുത്തത് ക്യ എന്നതിനോടൊപ്പം ആയുടെ ചിഹ്നം ചേർത്ത് ഉച്ചരിച്ചു. ക്യാ. ക പ്ലസ് യ പ്ലസ് ആ. ക്യാ. സ്യായുടെ കൂടെ ആയുടെ ചിഹ്നം ചേർത്ത് ഉച്ചരിച്ചു. സ്യാ സ്യാ. അടുത്തത് പ്യായുടെ കൂടെ ഓ എന്ന ശബ്ദം വരാനായിട്ട് ചിഹ്നമാണ് ചേർക്കാൻ പോകുന്നത്. അപ്പൊ പ്യ പ്ലസ് ഓ ആണല്ലേ വേണ്ടത്. അപ്പൊ ഓയുടെ ചിഹ്നമാണ് വേണ്ടത്. ഓയുടെ ചിഹ്നമാണ് വേണ്ടത്. ഓയുടെ ചിഹ്നത്തിന് ആദ്യം നമുക്ക് എയുടെ ചിഹ്നം വരയ്ക്കണം. ഏത് അക്ഷരത്തിന്റെ കൂടെ നമ്മൾ ഓ ചേർത്ത് എഴുതുന്നത്? പ്യായുടെ കൂടെയാണ് അല്ലേ. ഇനി പ്യ വരയ്ക്കാം. അതിനുശേഷം ആയുടെ ചിഹ്നവും വരച്ചു. പ്യോ പ്യോ. നമുക്ക് എങ്ങനെ വ്യോ എന്ന് എഴുതാമെന്ന് നോക്കാം. എയുടെ ചിഹ്നം വരച്ചു, വ്യാ വരച്ചു, വ്യാ വരച്ചു. ഇനി ആയുടെ ചിഹ്നവും ചേർത്തു. വ്യോ. ഇനി നമുക്ക് ത്യോ എന്ന് എഴുതാം. ആദ്യം എയുടെ ചിഹ്നം വരച്ച് ത്യാ വരയ്ക്കണം. ഇനി ആയുടെ ചിഹ്നവും ചേർത്തു. ത്യോ ത്യോ. ഇന്ന് നമ്മൾ യായുടെ ചിഹ്നമാണ് പഠിച്ചത്. യായുടെ ചിഹ്നം ചേർത്ത് അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. പായോടൊപ്പം യായുടെ ചിഹ്നം ചേർത്ത് പ്യ എന്നെഴുതി. തായോടൊപ്പം യാ ചേർത്ത് ത്യ എന്നെഴുതി. ചായോടൊപ്പം യാ ചേർത്ത് ച്യ എന്നെഴുതി. കായോടൊപ്പം യായുടെ ചിഹ്നം ചേർത്ത് ക്യ എന്നെഴുതി. സ എന്ന അക്ഷരത്തിനോടൊപ്പം യായുടെ ചിഹ്നം ചേർത്ത് സ്യ എന്നെഴുതി. ത്യ എന്ന അക്ഷരത്തോടൊപ്പം അമ്മിന്റെ ചിഹ്നം ചേർത്തപ്പോൾ ത്യം എന്നുച്ചരിച്ചു. ച്യ എന്ന അക്ഷരത്തോടൊപ്പം അമ്മിന്റെ ചിഹ്നം ചേർത്തപ്പോൾ ച്യം എന്നുച്ചരിച്ചു. ക്യ എന്ന അക്ഷരത്തോടൊപ്പം അമ്മിന്റെ ചിഹ്നം ചേർത്തപ്പോൾ ക്യം എന്നുച്ചരിച്ചു. സ്യ എന്ന അക്ഷരത്തോടൊപ്പം അമ്മിന്റെ ചിഹ്നം ചേർത്തപ്പോൾ സ്യം എന്ന് ഉച്ചരിച്ചു. പ്യ എന്ന അക്ഷരത്തോടൊപ്പം ആയുടെ ചിഹ്നം ചേർത്തപ്പോൾ പ്യാ എന്ന് ഉച്ചരിച്ചു. ത്യ എന്ന അക്ഷരത്തോടൊപ്പം ആയുടെ ചിഹ്നം ചേർത്തപ്പോൾ ത്യാ എന്ന് ഉച്ചരിച്ചു. ച്യ എന്ന അക്ഷരത്തോടൊപ്പം ആയുടെ ചിഹ്നം ചേർത്തപ്പോൾ ച്യാ എന്ന് ഉച്ചരിച്ചു. ക്യ എന്ന അക്ഷരത്തോടൊപ്പം ആയുടെ ചിഹ്നം ചേർത്തപ്പോൾ ക്യാ എന്ന് ഉച്ചരിച്ചു. സ്യ എന്ന അക്ഷരത്തോടൊപ്പം ആടെ ചിഹ്നം ചേർത്തപ്പോൾ സ്യാ എന്നും ഉച്ചരിച്ചു. പ്യ എന്ന അക്ഷരത്തോടൊപ്പം ഓയുടെ ചിഹ്നം ചേർത്ത് നമ്മൾ പ്യോ എന്ന് എഴുതാൻ പഠിച്ചു. വ്യ എന്ന അക്ഷരത്തോടൊപ്പം ഓയുടെ ചിഹ്നം ചേർത്ത് വ്യോ എന്ന് എഴുതാൻ പഠിച്ചു. ത്യ എന്ന അക്ഷരത്തോടൊപ്പം ഓയുടെ ചിഹ്നം ചേർത്ത് ത്യോ എന്ന് എഴുതാനും പഠിച്ചു. നമ്മൾ ഇന്ന് പഠിച്ച യായുടെ ചിഹ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. നമസ്കാരം.